ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചന പുസ്തകം 58 അധ്യായം 6 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 58 അധ്യായം 6 വാക്യം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ത് എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ നോമ്പ് നോക്കേണ്ടത്? നോമ്പ് അർത്ഥവത്തായി തീരുന്നത് എങ്ങനെയാണ്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ബന്ധനങ്ങൾ, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട്. ഇന്ന് മാനുഷികമായി അടിമകളായിട്ട് തന്നെയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാലത്ത് അടിമ വ്യവസായം നിലനിന്നിരുന്നു. അടിമ വ്യവസായം, ഒരു കൂട്ടം ആളുകൾ അടിമകളായിരുന്നു, ചിലർ ഉടമകളായിരുന്നു. ഉടമകളുടെ പീഡയേറ്റ് വലഞ്ഞ് അടിമകൾ നരകദുരിതം അനുഭവിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ അടിമത്തെല്ലാം മാറി, പുറമേയുള്ളതായ ബാഹ്യമായ അടിമത്തങ്ങളെല്ലാം മാറി. പക്ഷേ ആന്തരികമായ ചില ബന്ധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആന്തരികമായ ബന്ധനങ്ങൾ, ഇത് പറിച്ച് ഉരിഞ്ഞ് കളഞ്ഞാലും വിട്ടുപോകാത്ത ചില ബന്ധനങ്ങൾ, വേണ്ട എന്ന് വിചാരിച്ചാലും മാറിപ്പോകാത്ത ചില ബന്ധനങ്ങൾ. ചില കുടുംബങ്ങളിൽ ചില അത്യാഹിതങ്ങൾ വരുന്നു. എന്താണത്? എന്തോ ചില ബന്ധനങ്ങളാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചില അപകട മരണങ്ങളുണ്ടാകുന്നു. എന്തോ ചില ബന്ധനങ്ങളാണ്. ചില കുടുംബങ്ങളിൽ ഈ ഒരു പ്രായം കഴിഞ്ഞാൽ പുരുഷപ്രജയൊന്നും വാഴുകയില്ല, ജീവിക്കുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 45 വയസ്സിനകം അവിടെ ആ കുടുംബത്തിലുണ്ടാകുന്ന ആൺമക്കളെല്ലാം മരിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. അത് ആന്തരികമായ ഏതോ ചില ബന്ധനങ്ങളാണ്. ആന്തരികമായ ബന്ധനങ്ങൾ. ചില തറവാടുകൾ മുടിഞ്ഞു പോകുന്നു. ഒരു തലമുറക്കാലം നിന്നു, നല്ല ആഠ്യത്വമുള്ള തറവാടുകൾ. പക്ഷേ അടുത്ത തലമുറയായപ്പോഴേക്കും ക്ഷയിച്ചു മെലിഞ്ഞു, ക്ഷീണിതരായി, അവശരായി, ദരിദ്രരായി ഇന്ന് വലഞ്ഞു കഴിയുന്നു. തറവാടുകൾ മുടിയുന്നു. ചില ബന്ധനങ്ങളുണ്ട്. ഒരു സമയത്ത് നല്ല സൽപ്പേരും പ്രതാപവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പേരും പോയി, പ്രതാപവും പോയി, മാന്യതയും പോയി, എല്ലാം പോയി. ഇന്ന് തകർന്നവരായി തീർന്നിരിക്കുന്നു. ആഠ്യത്വം തകർന്നിരിക്കുന്നു, കുലീനത്വം തകർന്നിരിക്കുന്നു. ബന്ധനങ്ങളാണ്. അനേകം ബന്ധനങ്ങളുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. പുറമേ നോക്കുമ്പോൾ ബന്ധനമില്ല. നമ്മുടെ കൈയാരും കെട്ടിയിട്ടില്ല, കാലാരും കെട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ചില ആന്തരിക ബന്ധനങ്ങളുണ്ട്. ആന്തരിക ബന്ധനങ്ങൾ, അകത്താണ് ബന്ധനം. നമ്മുടെ സ്വഭാവത്തിലാണ് ബന്ധനം, നമ്മുടെ രക്തത്തിലാണ് ബന്ധനം, നമ്മുടെ രക്തധമനികളിലാണ് ബന്ധനം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ബന്ധനമുണ്ട്, തലച്ചോറിൽ, നമ്മുടെ നേർവ്സിൽ ബന്ധനമുണ്ട്, നമ്മുടെ ആളത്തിൽ ബന്ധനമുണ്ട്. ബന്ധനം എന്താണ്? ബന്ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കാര്യമാണ്. സ്വാതന്ത്ര്യമില്ല, അതാണ് ബന്ധനം. സ്വതന്ത്രരായി ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല, സ്വതന്ത്രരായി നിന്ന് പെരുമാറാൻ പറ്റുന്നില്ല, സ്വതന്ത്രരായി നമുക്ക് നാം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല. ബന്ധനങ്ങൾ. വചനം പറയുന്നു, നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ഫലം? നിങ്ങൾ ഉപവാസം എടുക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മാറിയിട്ടില്ല. ബന്ധനം കഴിയട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. ഇന്ന് അനേകർ നുകത്തിന് കീഴിൽ. ഞാൻ പണ്ട് ഒരു കഥ വായിച്ചിട്ടുണ്ട്, സിൻബാദ് ദ സെയിലർ. അറേബ്യൻ കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാണ്. അറേബ്യൻ കഥകൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്, അറേബ്യൻ നൈറ്റ്സ്. ഈ അറേബ്യൻ കഥകൾ അതിൽ ഒരു സിൻബാദ് എന്ന് പറയുന്ന ഒരാൾ കപ്പൽ യാത്രയ്ക്ക് പുറപ്പെട്ടു. ലോകം മുഴുവൻ ചുറ്റിക്കാണാനായിട്ട് പുറപ്പെട്ടതാണ്. ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ആ കടലിൽ കൂടിയുള്ള യാത്രയിൽ എപ്പോഴോ കടലിന് വലിയ കോളിലൊക്കെ ഉണ്ടായി, കപ്പൽ തകർന്നു. സിൻബാദ് ബോധം തെളിഞ്ഞ് നോക്കുമ്പോൾ ഒരു മണൽപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ എങ്ങനെ ഈ മണൽപ്പുറത്ത് വന്നത് പിടികിട്ടുന്നില്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? കപ്പലിൽ യാത്ര ചെയ്ത് ഓർമ്മയുണ്ട്. എപ്പോഴാണ് എന്തോ അപകടം സംഭവിച്ചു ഒന്നും ഓർമ്മയില്ല. എഴുന്നേറ്റു, നടന്നു. മണൽപ്പരപ്പ്, വിശാലമായ മണൽപ്പരപ്പ്, വിശാലമായ വിസ്തൃതമായ മഹാസമുദ്രത്തോടെ കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ തുരുത്ത്, ചെറിയൊരു ദ്വീപ്. സിൻബാദ് നടന്നു പോയി.
നടന്ന് അകത്തേക്ക് ചെന്നപ്പോഴേക്കും ചില വള്ളിക്കുടലുകൾ കണ്ടു, വള്ളി പടർപ്പുകൾ. പിന്നെ പോയപ്പോഴേക്കും ചില മരങ്ങളിൽ ചില പഴങ്ങളൊക്കെ കിടക്കുന്നു കണ്ടു. ചിലത് എന്താണെന്ന് അറിഞ്ഞില്ല, പക്ഷേ പറിച്ച് തിന്നു. രുചിയുണ്ട്. ക്ഷീണം മാറി, സന്തോഷമായി. ഏതായാലും വിശന്ന് മരിക്കണ്ടല്ലോ. പക്ഷേ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു വൃദ്ധനായ മനുഷ്യനിരിക്കുന്നു, കിഴവൻ. കിഴവൻ എന്ന പുസ്തകത്തിൽ പറയുന്നു. കിഴവൻ ഒരു വളരെ പ്രായാധിക്യത്തിൽ ചെന്ന് കൂനിയിരിക്കുന്നൊരു മനുഷ്യൻ, തീരെ ബലമില്ലാത്ത മനുഷ്യൻ. അയാൾ ആംഗ്യങ്ങാട്ട് ചോദിച്ചു, ഭാഷയെന്ന് പറയുമ്പോഴല്ലോ. സിനിമ ചോദിച്ചു, എന്നെ ഒന്ന് അവിടം വരെ എത്തിക്കാമോ, ഒന്ന് അവിടം വരെ. സിനിമ ഓർത്തു, എനിക്ക് ദൈവം സഹായിച്ച് ഇത്രയും ആരോഗ്യമുണ്ട്, ഇങ്ങനെ വേണമെങ്കിൽ ചുമലിരുത്തിക്കൊണ്ട് പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കാരണം വരെ സിൻബാദ് പിടിച്ച് വളരെ വിഷമിച്ചെന്നാണോ ചുമലിരുത്തിക്കൊണ്ട് കുറച്ചങ്ങ് നടന്നു. സിൻബാദിന് കഴുത്ത് കഴിച്ചു തുടങ്ങി. സിൻബാദ് തലവയ്യെ അനക്കി. അന്നേരമല്ലേ ഈ മനുഷ്യൻ അള്ളി പിടിക്കുന്നു. നല്ല ശക്തി. അപ്പോൾ വിചാരിച്ച പോലെയല്ല, വയസ്സിനാണെങ്കിലും ഭയങ്കര ശക്തി. സിൻബാദ് നല്ലത് കുലുക്കി നോക്കി. അന്നേരം നല്ലപോലെ അള്ളി പിടിക്കുന്നു, ദേഹത്തേക്ക് ഇടിക്കുകയും ചതയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അയ്യോ, ഇത് കഷ്ടമായി പോയല്ലോ, ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പോയിരുന്നു, അവളായി പോയല്ലോ. സിൻബാദ് ഇയാളെയും കൊണ്ട് അയാൾ പറയുന്ന സ്ഥലത്തോടെയൊക്കെ നടക്കുക. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിൽക്കാൻ സിൻബാദിനോട് അയാൾ ആംഗ്യം കാണിച്ചു, നിന്നു. പക്ഷേ ഇയാൾ ഇറങ്ങുന്നില്ല. ഇയാൾ കഴുത്തിൽ തന്നെ ഇരിക്കുകയാണ്. അയാൾ കൈ നീട്ടി ചില പഴങ്ങൾ പറിച്ചു. ആ പഴങ്ങൾ അതിൻ്റെ ചാറ് അകത്ത് ചെന്നപ്പോഴേക്കും ഈ വൃദ്ധൻ അവിടെ ഇരുന്നുകൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. സിൻബാദിൻ്റെ കഴുത്തിലിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നൃത്തം ചെയ്യാൻ തുടങ്ങി, ആടാൻ തുടങ്ങി. സിൻബാദ് വിഷമിച്ചു, വലിയ കഷ്ടമായി പോയല്ലോ. പക്ഷെ ഒന്ന് സിൻബാദിന് മനസ്സിലായി, ആ മരത്തിൽ നിന്ന് കിട്ടിയ പഴങ്ങൾക്ക് ഒരു പ്രത്യേക ലഹരിയുണ്ടെന്ന് മനസ്സിലായി. സിൻബാദ് പിന്നെയും അവിടെ തന്നെ അങ്ങ് നിന്നു. ഇയാൾ പോകാൻ പറഞ്ഞിട്ട് പോയില്ല. പിന്നെയും പറിച്ചു തിന്നു. കുറേയേറെ ഈ മനുഷ്യൻ വൃദ്ധൻ കുറേയേറെ പറിച്ചു തിന്നു കഴിഞ്ഞു. ഈ മനുഷ്യൻ്റെ ശക്തി കുറഞ്ഞു, ലഹരി പിടിച്ച്. ആ തക്കം നോക്കി സിൻബാദ് പെട്ടെന്ന് കുതറി ഇവനെ താഴെയിട്ടു. ഓടിച്ചെന്ന് സിൻബാദ് ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് വന്ന് എൻ്റെ തലയ്ക്കടിച്ചു, അവനെ കൊന്നു. കഥയാണ്. ഈ അറബി കഥകളിൽ ഈ കഥയിൽ സിൻബാദ് ദ സെയിലർ, കപ്പലോട്ടക്കാരനായ സിൻബാദ് എന്ന് പറയും. ഈ സിൻബാദ് ദ സെയിലർ ഒരു വലിയ അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. പലരുടെയും മുതുകത്ത് ഈ ഭീകരൻ കയറിയിരിക്കുകയാണ്. അവൻ്റെ ചൊൽപ്പടിക്ക് നടത്തുകയാണ്. കോപിക്കാനും പറയുന്നു, നമ്മൾ കോപിക്കുന്നു. വഴക്കടിക്കാൻ പറയുന്നു, നമ്മൾ വഴക്കടിക്കുന്നു. പഠിക്കേണ്ട ഉഴപ്പിക്കുമെന്ന് പറയുന്നു, നാം ഉഴപ്പുന്നു. ഇന്ന് ജോലിയിൽ അലസത കാണിക്കാൻ പറയുന്നു, ജോലിയിൽ അലസത കാണിക്കുന്നു. ഭാര്യയും ഭർത്താവും മേൽ ഭിന്നതയോട് കഴിയാൻ പറയുന്നു, അത് ചെയ്യുന്നു. ഇങ്ങനെ അവൻ്റെ ചൊൽപ്പടിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. കടൽക്കിഴവന്മാരെന്ന് പറയുന്ന ഒരു വർഗം അങ്ങനെ ദ്വീപിലുണ്ട് എന്ന് സിൻബാദ് കേട്ടിട്ടുള്ളതുകൊണ്ടാണ് അവനെ കൊല്ലാൻ സാധിച്ചത്, അത് രക്ഷപ്പെടാൻ പറ്റിയത്. നോക്കൂ, ഇന്ന് അനേകരുടെ ഉള്ളിൽ ചില കടൽക്കിഴവന്മാർ കയറിയിരിപ്പുണ്ട്. ഓരോരുത്തരുടെയും ഉള്ളിൽ ചില കടൽക്കിഴവന്മാർ. ചിലപ്പോൾ നിരാശ എന്ന് പറയുന്ന ഒരു സ്വഭാവമായിരിക്കും അവിടെ. നിരാശ, അതൊരു കടൽക്കിഴവനാണ്. നിരാശ, ഒരു എത്ര സന്തോഷകരമായ കാര്യം കിട്ടിയാലും മുഖം തെളിയില്ല, സന്തോഷമില്ല. എന്തെല്ലാമോ ആവലാതികൾ. ആത്മഹത്യയിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഈ ഭയങ്കര വിഡ്ഢിത്തമാണത്. ആരോടോ ഉള്ള വൈരാഗ്യം തീർക്കാൻ ആത്മഹത്യ. പക്ഷേ ഭർത്താവിനോട് വൈരാഗ്യം തീർക്കാനായിരിക്കും, അല്ലെങ്കിൽ അമ്മയമ്മയോട് വൈരാഗ്യം തീർക്കാനായിരിക്കും, അല്ലെങ്കിൽ മരുമകളോട് വൈരാഗ്യം തീർക്കാനായിരിക്കും. പകയാണ് എൻ്റെ പിന്നിൽ. പക കൊണ്ട് ഈ നൈരാശ്യം വരികയും നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മുതിരുകയും ചെയ്യുന്നു. അതെല്ലാം വാസ്തവത്തിൽ ഓരോ കടൽക്കിഴവന്മാരാണ്. നമ്മളെ ഓരോരുത്തരെയും ബാധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും മേൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. വിട്ടുപോകാത്ത, അട്ട കടിക്കുന്നത് പോലെ വിട്ടുപോകാത്ത ചില ബന്ധനങ്ങളുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും മാറുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും കോപിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ ഇനി കോപിക്കാതിരിക്കണം തീരുമാനിച്ചിട്ട് അത് സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കൂ. കോപം വേണ്ട എന്ന് പറയും, കോപിക്കേണ്ടെന്ന് പറയും. പക്ഷേ അറിയാതെ കോപിച്ചു പോകും, അറിയാതെ കോപിച്ചു പോകും. അത് മാറണമെങ്കിൽ തീ ഇറങ്ങണം. ഈ കോപമൊക്കെ മാറും. നമുക്ക് അസാധ്യമായത് എല്ലാം സാധ്യമായി തരും. നിരാശ മാറും, കോപം മാറും, വൈരാഗ്യം മാറും, പക മാറും, വിദ്വേഷം മാറും. ഇന്ന് നമ്മുടെ ഹൃദയത്തിലുള്ളതായ തിന്മകളെല്ലാം മാറും. സ്വർഗത്തിൽ തീ ഇറങ്ങുമ്പോൾ ഈ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകും, എല്ലാ ബാധകളും മാറിപ്പോകും. ചില കുട്ടികൾ പഠിക്കാൻ മോശമാണ്,
വായിക്കുന്നുണ്ട്, പാവം വായിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തലയിൽ ഇരിക്കുന്നില്ല. എന്താ പറ്റിയത്? അതൊരു ബന്ധനമാണ്. ഈ കുട്ടികളുമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് ചെറുപ്രായത്തിൽ 5ലോ 6ലോ മറ്റോ പഠിക്കുമ്പോൾ അവർക്ക് അത് ഏതെങ്കിലും സബ്ജക്റ്റ് കണക്കോ ഇംഗ്ലീഷോ ഏതെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകനെക്കുറിച്ച് അവർക്കൊരു മതിപ്പുറവ് വരുന്നു, ഒരു സ്നേഹക്കുറവ് വരുന്നു, ബഹുമാനക്കുറവ് വരുന്നു. പിന്നെ അധ്യാപകൻ പറയുന്നത് മനസ്സിലാവില്ല, അടിത്തറയില്ലാതെ പോകുന്നു. അതുകൊണ്ട് അനേകം കുട്ടികൾക്ക് പിന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, നന്നായി പഠിക്കാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത്രേ ഉള്ളൂ. നമ്മുടെ ബന്ധനത്തിൻ്റെ അടിവേര് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾക്ക് ചില അടിവേരുകളുണ്ട്, അത് പുറമേ കാണില്ല. ചില വേരുകളുണ്ട് ഓരോ ബന്ധനങ്ങൾക്കും. ആ വേരുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് എനിക്ക് എപ്പോഴും മുഷിച്ചിൽ വരുന്നത്? എന്താണ് എനിക്ക് എപ്പോഴും നിരാശ വരുന്നത്? എന്താണ് എനിക്ക് എപ്പോഴും കോപം വരുന്നത്? എപ്പോഴും മുൻചുണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി പോകുന്നത്? ഞാൻ ആഗ്രഹിക്കാത്ത ചില അശുദ്ധ വിചാരങ്ങൾ പോകുന്നല്ലോ, എന്താണിത്? ചില അശുദ്ധമായ വാക്കുകൾ നാവിന്മേൽ വരുന്നല്ലോ, എന്താണിത്? ഇതിന് കാരണം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ ഇത് വരുന്നത്? നിങ്ങൾ അത്ഭുതപ്പെടും പ്രിയപ്പെട്ടവരെ. എല്ലാം പൈശാചികൻ്റെ ബന്ധനങ്ങളാണ്, സാത്താൻ്റെ ബന്ധനങ്ങളാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇന്ന് ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ കണ്ടെത്താൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ബന്ധനങ്ങൾ അഴിയുന്ന മഹാസൗഭാഗ്യം ലഭിക്കട്ടെ. ബന്ധനങ്ങൾ അഴിക്കുന്ന ക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ നിരാശയിലാണ്ടുപോയൊരു മനുഷ്യനായിരുന്നു. വലിയ ബന്ധനമായിരുന്നു. ബന്ധനമെന്ന് പറ്റി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിരാശയായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഈ അപകർഷതാബോധം കൊണ്ട് ഞാൻ താണുപോയനായിരുന്നു. എനിക്കൊരു വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചു. നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും. ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പം 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നായിരുന്നു അത്യാഹിതം സംഭവിച്ചത്. 30ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിധവയായി. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ചേട്ടനും മരിച്ചു. പിന്നെ ഞാനും എൻ്റെ അമ്മയും പെങ്ങളും മാത്രം. എന്നേക്കാൾ 5 വയസ്സ് പ്രായം കൂടുതലുള്ള പെങ്ങൾ. ഞങ്ങൾ 3 പേര്. ദുരിതം പിടിച്ച വീട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കരയാറുണ്ട്. വീട് ഉറങ്ങിപ്പോയി. അപ്പന് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള കൃഷിയുണ്ട്, നെൽകൃഷി. അല്ലാതെ വലിയ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നെല്ലുള്ളത് കൊണ്ട് ആഹാരത്തിന് ഒട്ടു വന്നിരുന്നില്ല. ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഞാൻ നിരാശനായിരുന്നു. അതൊരു ബന്ധനമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിരാശ ഒരു ബന്ധനമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം, അതൊരു ബന്ധനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്കൊരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല. മുഖം തെളിഞ്ഞിരുന്നില്ല. ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പഠിക്കും, സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തൊരു അതിനുള്ള കഴിവൊക്കെ തന്നിരുന്നു. വടകോട് രാജശ്രീ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് ഞാൻ പാസ്സാകുമ്പോൾ വളരെ ഉയർന്ന മാർക്കോടുകൂടി ഞാൻ പാസ്സായത് പ്രിയപ്പെട്ടവരെ. പക്ഷേ അവതാളത്തിലായതല്ല, എനിക്ക് ജോലിയില്ല, പഠിക്കാൻ സാധ്യതയില്ല, തുടർന്ന് കോളേജിൽ പോകാൻ സാധ്യതയില്ല. എൻ്റെ കൂട്ടുകാരെല്ലാം കോളേജിൽ പോകുന്നു, പോളിടെക്നിക്കിൽ പോകുന്നു, ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് സാധിക്കില്ല. ഞാൻ പുരുഷനായിട്ടൊരു ആൾ മാത്രമേ വീട്ടിലുള്ളൂ. കൃഷി കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. അന്ന് കൃഷിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നുമില്ലല്ലോ. കേൾക്കൂ, ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, നിരാശയിൽ ആണ്ടുപോയിരുന്നു. ഞാൻ തനിയെ ഏങ്ങടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ കരഞ്ഞ് കിടന്ന് തളർന്ന് ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആരുമില്ലല്ലോന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പനില്ലാത്ത മോനാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനാഥനായി പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പൈശാചിക ബന്ധനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, നോമ്പ് നോക്കുന്നു, കൃത്യമായി ചിട്ടയായി ജീവിക്കുന്നു, പള്ളിയിലെ ശുശ്രൂഷകളിലെല്ലാം കൂടുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സ്ലീഹ വായിക്കുകയും പഴയും വായിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ തന്നെ ചെയ്യുന്നു. ഞാൻ എൻ്റെ കൊച്ചപ്പന അവിടുത്തെ വികാരി അച്ഛനാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു പള്ളിയായിട്ട് ഒരു വിട്ടുപിരിയാൻ പാടില്ലാത്ത ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ ബന്ധനം കൊണ്ട് നീ അറിയാതിരുന്നപ്പോഴാണ് ഒരു ദിവസം പള്ളിയിൽ വെച്ച് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടത്. വചനം കേട്ടപ്പോൾ അതുവരെ കെട്ടിയിട്ടിരുന്ന കയറുകളെല്ലാം പൊട്ടി, അതുവരെ പൂട്ടിയിട്ടിരുന്ന ചങ്ങലകളെല്ലാം പൊട്ടി, എല്ലാ ചങ്ങലയും പൊട്ടി. ദൈവത്തിന് സ്തോത്രം. നിരാശ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തല താഴ്ത്തി. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് മാത്രം പറഞ്ഞു, ഉറക്കെ പറഞ്ഞൊന്നും എനിക്കറിയാൻ പാടില്ല.
കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന്. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധനങ്ങളിൽ അഴിയാൻ തുടങ്ങി. എല്ലാം ഒന്നും അഴിഞ്ഞില്ല, എൻ്റെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. മുഖം പ്രസന്നമായി, മനസ്സ് സന്തോഷമായി. പിന്നെ പിന്നെ ദൈവത്തിന് വചനം വായിക്കുകയായി. വചനം വായിക്കുന്ന വചനം പറയാൻ തുടങ്ങി. സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, യുവന പ്രസ്ഥാനം നടത്തി, വനിതാ സമാജങ്ങൾ പ്രസംഗിച്ചു. പിന്നെ പിന്നെ പല സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 36 വയസ്സിന് മുൻപ് കേരളത്തിലുള്ള യാക്കോബായ ഓർത്തഡോക്സ്, അതൊന്ന് യാക്കോബായ സഭ മാത്രമാണല്ലോ, ആ സഭ ഒറ്റ സഭയായിരുന്നപ്പോൾ മിക്കവാറും എല്ലാ പള്ളികളിലും പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. പെരുന്നാളിന് കൺവെൻഷനും ദുഃഖവെള്ളിയാഴ്ചയെല്ലാം മണർപള്ളിയിൽ ഒരാണ്ടിൽ 3 പ്രാവശ്യം പോകും. കൺവെൻഷന് പോകും, 8 നോമ്പിൽ പോകും, പിന്നെ ദുഃഖവെള്ളിയാഴ്ചയും പോകും. ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിച്ചു. ദൈവം കൃപ ചെയ്തു. എനിക്ക് ഒരപ്പനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എനിക്കൊരു നാഥനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ കണ്ണീര് തുടച്ച് തരാൻ യേശു ഉണ്ടെന്ന് മനസ്സിലായി. എൻ്റെ ദുഃഖം മാറ്റാൻ യേശു ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പനുള്ള മോനാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അപ്പനായിട്ട് വന്നു. ഞാൻ അപ്പൻ്റെ മോനായി തീർന്നു. അതോടുകൂടി പിന്നെ ഓരോന്നോരോന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ വിദ്യാഭ്യാസം ചോദിച്ചു. ഓരോന്നോരോന്ന് പരീക്ഷകൾ പാസ്സായി വന്നു. അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, സ്തോത്രം. 1964 കേരള യൂണിവേഴ്സിറ്റിയിലെ MA ഡിഗ്രി പരീക്ഷയുടെ റാങ്ക് ഹോൾഡറായിട്ട് ഞാൻ പുറത്തു വന്നു. 63 BEd പരീക്ഷയിൽ റാങ്ക് ഹോൾഡറായിരുന്നു. 62 MA പ്രീവിയസിൽ റാങ്ക് ഹോൾഡറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളായിരുന്നു. പിന്നെ എല്ലാ അത്ഭുതങ്ങൾ. കാരണം ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശുക്രിസ്തുവിൻ്റെ കൈകളിലായി. ജീവിതത്തിൻ്റെ ഭരണം യേശുവിൻ്റെ കയ്യിലായി. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാമോ? നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ വെച്ചിട്ട്, കർത്താവേ, ഞാൻ നിൻ്റെ വകയെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇനി ഞാൻ എൻ്റെ അല്ല കർത്താവേ, ഞാൻ നിൻ്റെയാണ്. എൻ്റെ കുടുംബം എൻ്റെ അല്ല, നിൻ്റേതാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എൻ്റെ അല്ല, നിൻ്റേതാണ്. എൻ്റെ മക്കൾ എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ ജോലി എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ വരുമാനം എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ ബാങ്ക് ബാലൻസ് എൻ്റേതല്ല, നിൻ്റേതാണ്. കർത്താവേ, നീ ഇല്ലാത്തൊന്നും എനിക്കില്ല. യേശുവേ, നീ ഇല്ലാത്തൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സ് വരുമോ? വിശ്വസിക്കൂ. അപ്പോൾ കാണാം നിങ്ങളുടെ ജീവിതം പുഷ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതം പൂണിയുന്നത്, നിങ്ങളുടെ ജീവിതം ഫലം കഴിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ. 10ാം ക്ലാസ് പാസ്സാകുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു 20-25 കിലോമീറ്ററേ ഉള്ളൂ. എറണാകുളം ഞാൻ കണ്ടിട്ടില്ല. 10ാം ക്ലാസ് പാസ്സാകുന്നവരെ ഞാൻ പെരുമ്പാവൂർ കണ്ടിട്ടില്ല. അവിടെ നിന്ന് 8-10 കിലോമീറ്ററേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞ ഒരു സാധു മനുഷ്യൻ. എന്നാൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോഴേക്കും മിക്കവാറും ലോകത്തിലെ വൻകരകളിലൊക്കെയും സഞ്ചരിച്ചു. ഞാൻ സ്ഥലം കാണാനായിട്ടെങ്കിലും പോയിട്ടില്ല. ഞാൻ പോയത് കർത്താവിൻ്റെ വചനം പറയാൻ. നിങ്ങളുടെ ബന്ധനം കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ബന്ധനം കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു കാര്യം വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ബന്ധനം അഴിയുന്ന ദിവസമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ ബന്ധനം അഴിക്കുന്ന ദിവസമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുള്ളതായ എല്ലാ ബാധകൾ മാറ്റുന്ന ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കേടുകളും കെടുതികളും മാറ്റുന്ന ദിവസമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുത രോഗശാന്തിയൊന്നും ഞാൻ പറയില്ല. അതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല. സ്റ്റേജിൽ കൂടി ഓടി കടന്നുകൊണ്ട് ആളുടെ കഴുത്തിൽ മുഴയുണ്ട്, പുറയിൽ മുഴയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന ആ കാര്യങ്ങളൊന്നും ശരി സുവിശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളതൊന്നല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് മാനസാന്തരപ്പെടുമ്പോൾ അപ്പോൾ ക്രിസ്തു വരുത്തുന്നതായ ആന്തരിക വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. ജീവിതത്തിൽ വരുന്ന അത്ഭുതങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഇപ്പോൾ ആരംഭത്തിൽ തന്നെ ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു തരണമേ, എന്നെ വിടുവിക്കണമേ, പാപത്തിൻ്റെയും പിശാചിൻ്റെയും ബാധകളിൽ നിന്ന് വിടുവിക്കണമേ, എല്ലാ ശാപങ്ങളും ദോഷങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ, എൻ്റെ മേലുള്ളതായ എല്ലാ തിന്മകളും ദൂരീകരിക്കണമേ. കർത്താവേ, ബാധ ഒഴിഞ്ഞ് ബന്ധനം ഒഴിഞ്ഞ് സമാധാനമുള്ളവരായി തിരിച്ചു പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഒന്നാമത്തെ ബന്ധനം എന്താണ്?
വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 8-23 വാക്യം. ഒന്നാമത്തെ ബന്ധനം അപ്പോസ്തലപ്രവൃത്തി 8:23. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. പത്രോസ് ഒരാളോട് പറയുകയാണ്, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു ഞാൻ കാണുന്നു. അപ്പോസ്തലൻ കാണുകയാണ്. വന്നു നിൽക്കുന്ന ആൾക്ക് ബന്ധനമൊന്നും കാണാനില്ല, കയ്യിലോ കാലിലോ എവിടെയൊന്നും ഒരു ബന്ധനമില്ല. പക്ഷേ അപ്പോസ്തലൻ കാണുന്നത്, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നത്, അപ്പോസ്തലനിൽ കൂടി സംസാരിക്കുന്നത്, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. കൈപ്പുള്ള പക, നിന്നിൽ കയ്പുണ്ട്, നിന്നിൽ പകയുണ്ട്, നിന്നിൽ അനീതിയുണ്ട്, ബന്ധനത്തിൽ നീ അകപ്പെട്ട് കിടക്കുന്നു. പത്രോസ് ആത്മാവിൽ വിവേചിച്ച് പറയുകയാണ്. വിവേചനം, ഡിസേൺ ചെയ്ത് പറയുകയാണ്. നീ ഈ പുറമേ കാണുന്ന ആളല്ല. പുറമേ കാണുന്ന ആൾ വളരെ ആളുകളുടെ ഇടയിൽ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നാൽ നിൻ്റെ ഉള്ളിൽ കയ്പുള്ള പകയുണ്ട്, കയ്പുണ്ട്, വൈരാഗ്യമുണ്ട്, നിനക്ക് സ്ഥാനമോഹമുണ്ട്, നിനക്ക് അഹങ്കാരമുണ്ട്, നിനക്ക് നീ വലിയവനെന്ന് എല്ലാവരും അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. അനീതിയുടെ ബന്ധനം, പാപത്തിൻ്റെ ബന്ധനം നിനക്കുണ്ട് എന്ന് ഞാൻ കാണുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ കാണുന്നതാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം എല്ലാം മാന്യരായിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നാം നോക്കുമ്പോൾ നമ്മിൽ ചില ബന്ധനങ്ങൾ അവിടുന്ന് കാണുന്നുണ്ട്. ചില ബന്ധനങ്ങൾ, വിട്ടുപിരിയാൻ പാടില്ലാത്തതായ ചില അഴുക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വിട്ടുപിരിയാൻ നോക്കിയിട്ടും സാധിക്കാത്ത ചില അശുദ്ധി ജീവിതത്തിലുണ്ട്. ചില ദുശ്ശീലങ്ങൾ ജീവിതത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം. ചില ദുശ്ശീലങ്ങൾ, ഇന്ന് ചില അന്യായ ബന്ധനങ്ങൾ, ചില സ്വഭാവത്തിൻ്റെ മാലിന്യങ്ങൾ, ചില പാപങ്ങൾ, വിട്ടുപിരിയാൻ പാടില്ലാത്ത പാപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർ ഇതുപോലുള്ള ചില പാപങ്ങളുടെ ബന്ധനത്തിൽ കൂടി കിടക്കുകയാണ്. നിങ്ങളാരെങ്കിലും ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ട്? പാപങ്ങളിൽ കൂടിയും കിടക്കുന്നു. പാപങ്ങളിൽ, അശുദ്ധ ബന്ധങ്ങളിൽ കൂടിയും കിടക്കുന്നു. അഴുക്കായ ബന്ധങ്ങളിൽ കൂടിയും കിടക്കുന്നു. അരുതാത്ത ലൈംഗികാഭാസങ്ങളിൽ കൂടിയും കിടക്കുന്നു. അരുതാത്ത സംഭാഷണങ്ങളിൽ കൂടിയും കിടക്കുന്നു. അരുതാത്തതായ വിഷയമോഹങ്ങളിൽ കൂടിയും കിടക്കുന്നു. തെറ്റായ വഴികളിലൂടെ നടക്കുന്നു. പാപത്തിൽ കൂടിയും കിടക്കുന്നതിനെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ കയ്പുള്ള വകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. അടുത്ത വാക്യം, നീ കയ്പുള്ള വകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട്, കയ്പുള്ള വകയിൽ അനീതിയുടെ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന നിനക്ക് വഷളത്വമാണ്. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ഇപ്പോൾ കോളേജിൽ പോകുന്നവർ, ഹൈസ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഇത് എന്തിനാ കോളേജിൽ പോകുന്നു ചോദിച്ചാൽ ഇണയെ തേടാൻ. ഇതാ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നു യോഹന്നാൻ സാർ പഴഞ്ചനായി അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അല്ല മക്കളെ, അല്ല, പഴഞ്ചനായതുകൊണ്ടല്ല. ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഞാനും പോകുന്നത്. ഞാനും ഈ ചെറുപ്രായമൊക്കെ കഴിഞ്ഞ് പോകുന്നതല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ നന്ന്. നീ കയ്പുള്ള വകയിലും അനീതിയുടെ ബന്ധത്തിലും അകപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. നീ വഷളത്വമായിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ ഒരു ക്ഷയിച്ചു കിട്ടുമായിരിക്കും. വേറെ വേണ്ടാതിനൊന്നും ചിന്തിച്ചില്ല. കയ്പുള്ള വകയിൽ അനീതിയുടെ ബന്ധനം കർത്താവ് പ്രാർത്ഥിച്ച് നോക്ക്. ക്ഷമിച്ച് കിട്ടുന്ന ഉറപ്പ് പറയാൻ പാടില്ലെന്ന്, ക്ഷമിച്ച് കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റുന്നില്ലെന്ന്. കാര്യം ഗൗരവമാണ്. പാപത്തിൻ്റെ ബന്ധത്തിൽ പെട്ട് കിടക്കുന്ന അനേകരുണ്ട്. പാപത്തിൻ്റെ ബന്ധനം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധനം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താണ് നിങ്ങളുടെ ബന്ധനം? മറ്റുള്ളവരെ കളിയാക്കുന്ന ബന്ധനമുണ്ടോ? അധ്യാപകരെ പരിഹസിക്കുന്ന ബന്ധനമുണ്ടോ? മാതാപിതാക്കളെ അനുസരിക്കാത്ത ബന്ധനമുണ്ടോ? അമ്മയപ്പനെയും അവഹേളിക്കുന്ന ബന്ധനമുണ്ടോ? കർത്താവിൻ്റെ വേലക്കാരെ പരിഹസിക്കുന്ന ബന്ധനമുണ്ടോ? ഇതെല്ലാം ബന്ധനങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനങ്ങൾ വന്നിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ളതായ ബാധകളോ ബന്ധനങ്ങളോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എല്ലാം തിരുത്തണം. ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം പറയാം. മാതാപിതാക്കളെ ബഹുമാനിച്ചു കൊള്ളണം. അപ്പനെയും അമ്മയെയും മാനിച്ചു കൊള്ളണം. അപ്പനെയും അമ്മയും അനുസരിച്ച് കൊള്ളണം. അവർക്ക് എൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ല, അവർക്ക് എൻ്റെ അത്രയും കഴിവില്ല, അവർക്ക് എൻ്റെ അത്രയും പാണ്ഡിത്യമില്ല എന്ന് വിചാരിക്കരുത്. അപ്പനാണ്, അമ്മയാണ്. അവരെ ആദരിച്ചു കൊള്ളണം, അവരെ ബഹുമാനിച്ചു കൊള്ളണം, അവരെ അനുസരിച്ച് കൊള്ളണം, അവർ കീഴ്പ്പെട്ട് നിന്നുകൊള്ളണം. എന്നാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ജീവിതം താറുമാറായി പോകും, നശിച്ചു പോകും. കർത്താവിൻ്റെ വേലക്കാരെ നിങ്ങൾ ബഹുമാനിച്ചു കൊള്ളണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ബന്ധനം അഴിയുവാൻ നിങ്ങൾ ഇന്ന് കർത്താവോട് പറയണം. കർത്താവേ, എൻ്റെ ബന്ധനം അഴിക്കാൻ കുരിശിൽ ബന്ധനമേറ്റ യേശുവേ, എൻ്റെ ബന്ധനം അഴിക്കാൻ കുരിശിൽ 3 ആണികളിൽ ബന്ധിതനായ യേശുവേ, നീ ഇപ്പോൾ നിൻ്റെ തൃക്കരം നീട്ടി എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കണമേ.
നിൻ്റെ കരവിൻ്റെ മേൽ വെച്ച് എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. എൻ്റെ പാവത്തിൻ്റെ ബന്ധനങ്ങളെല്ലാം മാറ്റണമേ. പാവത്തിൻ്റെ ബന്ധനം അകറ്റാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നിങ്ങൾ വിശ്വസിക്കൂ. ഇത് ഒരു പുതിയ ഉപദേശമല്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ തിരരക്തത്താൽ പാവത്തിന് മോചനമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ തിരരക്തത്താൽ പാവത്തിൽ നിന്ന് ക്ഷമ കിട്ടും. പാവത്തിന് ക്ഷമ കിട്ടും. നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പാവത്തിൻ്റെ ബന്ധനം ഏതെല്ലാമെന്ന് കണ്ടുപിടിച്ചിട്ട് കർത്താവ് പറയണം, കർത്താവേ അവിടെ നിൻ്റെ കത്തി വയ്ക്കണമേ, നിൻ്റെ വചനത്തിൻ്റെ കത്തി അവിടെ വയ്ക്കണമേ, അവിടെ ഛേദിച്ച് കളയണമേ. എൻ്റെ പാവത്തിൻ്റെ ബന്ധനങ്ങളെ അറുത്ത് മുറിച്ച് കളയണമേ. പാപത്തിൻ്റെ ബന്ധനം അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. കർത്താവേ, നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. അതാണ് പ്രാർത്ഥന. കർത്താവേ, ഇതിന് നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിലാണ് ആത്മാവ്. പിശാചിൻ്റെ ബന്ധനത്തിലാണ് ആത്മാവ്. കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണേ. പാപത്തിൻ്റെ ബന്ധനം ഈ കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിന്? ഈ ബന്ധനം അഴിഞ്ഞാൽ സ്തോത്രം ഉണ്ടാകും. കർത്താവേ, ഇതിൽ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ, യേശുവേ, ഇത്രയും കാലം നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാലങ്ങൾ ഇന്ന് ഞാനിതാ ഈ ആയുസിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഞാൻ എക്സ്ചേഞ്ച് തരുന്നു. കർത്താവേ, എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കഷ്ടപ്പാടുള്ള ജീവിതം, ദുരിതമുള്ള ജീവിതം, യാതനയേറ്റ ജീവിതം, ഭാരമുള്ള ജീവിതം, ക്ലേശമുള്ള ജീവിതം, ദൈവമേ, അനേകം പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ജീവിതം, ഇതിപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നു. യേശുവേ, ഇപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് എന്താ വെച്ച് തരുന്നു. എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ നീ വെടിപ്പാക്കണമേ. നിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ കൂടുവാൻ എനിക്കും ഭാഗ്യം തരണമേ. കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ ഞാനും പറന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ, എനിക്ക് സ്തുതിയുടെ ചെറുത് തരണമേ. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. തലകളെ താഴ്ത്താ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇപ്പോൾ ധ്യാനിച്ചിരിക്കാം. അല്പസമയം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് ധ്യാനിക്കാം. കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, ഇതാ ഞാൻ ദാസി. യേശുവേ, ഇപ്പോൾ എൻ്റെ അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ ബന്ധനം അഴിക്കണമേ. പാപത്തിന് ബന്ധനം അഴിക്കണമേ. രോഗത്തിന് ബന്ധനം അഴിക്കണമേ. സാത്താൻ്റെ ബന്ധനം അഴിക്കണമേ. കർത്താവേ, എനിക്ക് ഉത്സവം തരണമേ. എനിക്ക് ആരാധന തരണമേ. കർത്താവേ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. കർത്താവേ, ഞാൻ തയ്യാറാണ്. കർത്താവേ, നീ എന്നെ എവിടെ വിട്ടാലും അവിടെ പോകാം. എന്നെ കൊണ്ട് എന്താഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്തു കൊള്ളാം. യേശുവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, ഇതാ നിൻ്റെ അടിമ. ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എനിക്ക് ക്രൂസിൽ സ്വാതന്ത്ര്യം തന്ന യേശുവേ, ക്രൂസിൽ രക്തത്താൽ എനിക്ക് വിടുതൽ തന്ന യേശുവേ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സമർപ്പിക്കാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. കർത്താവേ, ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണമേ. എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞ് സ്വതന്ത്രരായി നീ ആരാധിപ്പാരി മക്കൾക്ക് ഭാഗ്യം നൽകണമേ. ഉത്സവം തുടങ്ങണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.